everybody, welcome to One Team School Future's favorite tuition hub. നമ്മുടെ ക്ലാസ് ലെവനിൽ അക്കൗണ്ടൻസിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 ടേംസ് ഉണ്ട്. അതാണ് അസറ്റ് ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. ഈ 3 ടേംസ് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ബേസിക് ആയിട്ടുള്ള വൺ ഓഫ് ദി 3 ടേംസ് ആണ് ഈ പറയുന്ന അസറ്റ് ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തായിരുന്നു? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഇതിനകത്ത് എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി ആൻഡ് എന്താണ് ഇക്വിറ്റി? നമുക്ക് പ്രോബ്ലത്തിൽ ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ടാവും. അതിൽ ഏതൊക്കെയാണ് അസറ്റ്, ഏതൊക്കെയാണ് ലയബിലിറ്റി, ഏതൊക്കെയാണ് ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കണം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 ടേംസിനെ കുറിച്ച് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. ഓക്കെ, അപ്പം എന്താണ് അസറ്റ്? ആദ്യം നമുക്ക് അത് നോക്കാം. ഓക്കെ, അസറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ നമ്മൾ തന്നിട്ടുണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ബിൽഡിംഗ്, ഒരു 1 crore ബിൽഡിംഗ് ഞാൻ മേടിച്ചു. ഈ 1 crore either എനിക്ക് ഫുള്ള് എൻ്റെ ഓൺ പൈസ 1 crore കൊടുത്ത് എനിക്ക് മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ 1 crore എനിക്ക് രണ്ടായിട്ട് മേടിക്കാം. ഒന്ന് അതിനകത്തൊരു 20 lakh എൻ്റെ ഓൺ പൈസ, 20 lakh എൻ്റെ ഓൺ പൈസ, ബാക്കി 80 lakh ഞാൻ എന്ത് ചെയ്തു? ഞാൻ ബാങ്കിൽ നിന്ന് കടം എടുത്തു, ലോണായിട്ട് മേടിച്ചു. ഓക്കെ, ഇങ്ങനെ ഒന്നെങ്കിൽ എന്താണ് 1 crore ഫുള്ളും എൻ്റെ ഓൺ പൈസ എന്നുള്ള രീതിയിൽ മേടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളും എനിക്ക് ലോൺ ആയിട്ട് മേടിക്കാം. അതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 20 ലക്ഷം ഞാൻ എൻ്റെ സ്വന്തം പൈസ എന്നുള്ള രീതിയിൽ മേടിച്ചു. 20 ലക്ഷം എൻ്റെ സ്വന്തം പൈസ ആൻഡ് ബാക്കി 80 ലക്ഷം ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് മേടിച്ചു. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരു സാധനം മേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് മേടിക്കുന്നത്. ഇപ്പൊ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ ബാക്കി ഇത് രണ്ടും എന്തായിരിക്കും? അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇക്വിറ്റി എന്നാണ് പറഞ്ഞത്. അപ്പൊ ലോൺ എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ നിന്ന് കടം മേടിച്ചതാണ്, അതെനിക്ക് തിരികെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം, എനിക്ക് തിരികെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. സോ അതിനെ നമുക്ക് ലയബിലിറ്റി എന്ന് വിളിക്കാം. അപ്പം ഈ 20 ലക്ഷം എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം പൈസയാണല്ലേ, അതിൽ എനിക്ക് ഒരു ഓണർഷിപ്പ് ഉണ്ട്. ആ 20 ലക്ഷത്തിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഇക്വിറ്റി എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? നമുക്ക് അത് എന്താണ്, അത് ഡെഫിനിഷനും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അസറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ഈ ഒരു അസറ്റ് മേടിച്ച ആരാണോ അയാളായിരിക്കുമല്ലോ കൺട്രോൾ ചെയ്യുന്നത്, ആണല്ലോ. ഇറ്റ് ഇസ് കൺട്രോൾഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ ഫേം ദാറ്റ് ഹെൽപ്സ് ജനറേറ്റ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ആ ഒരു അസറ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ എനിക്ക് ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ഈ ബിൽഡിംഗ് മേടിച്ചു, വേണമെങ്കിൽ എനിക്കിത് റെന്റിന് കൊടുക്കാം. റെന്റിന് കൊടുക്കുമ്പം മാസം മാസം എനിക്കൊരു ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവുന്നുണ്ട്, മാസം മാസം എനിക്ക് അതിൽ നിന്ന് ഒരു വാടക എനിക്ക് കിട്ടുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അസറ്റ് ഞാൻ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വിൽക്കുമ്പം എനിക്ക് അതിൽ നിന്നൊരു ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അപ്പം ആ ഒരു അസറ്റിൽ നിന്ന് എനിക്ക് എന്തുണ്ടാവും? ഒരു ക്യാഷ് ഫ്ലോ ജനറേറ്റ് ആവുന്നുണ്ട്. നോക്കിക്കേ, ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. റിസോഴ്സസ് കൺട്രോൾഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓർ ഫേം ദാറ്റ് ഹെൽപ്സ് ജനറേറ്റ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. മറ്റൊരു ഒരു മീനിങ്ങും കൂടെ ഒന്ന് വായിച്ചേ. എനിത്തിങ് വിച്ച് ഇസ് ദ പൊസിഷൻ. ഒരു പൊസിഷൻ ഉണ്ട്, എനിക്ക് അതിലൊരു ഉടമസ്ഥതയുണ്ട്. ഓർ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബിസിനസ് ഇൻക്ലൂഡിങ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം അതേഴ്സ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനൊരു 10 lakh rupees കടമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും നമുക്ക് അസറ്റ് ആയിട്ട് കൂട്ടാം. അതാണ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം അതേഴ്സ്. അതായത് എനിക്ക് ഡ്യൂ ആണ്, മറ്റേ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്താണ്, എനിക്ക് ആ പൈസ തിരിച്ച് വിത്ത് ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഫ്യൂച്ചറിൽ അതൊരു ക്യാഷ് ഫ്ലോ അല്ലേ. നമ്മളിവിടെ എന്താ പഠിച്ചത്? ഫ്യൂച്ചർ ഹെൽപ്സ് ടു ജനറേറ്റ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ എന്നല്ലേ പഠിച്ചത്. അപ്പൊ ഫ്യൂച്ചറിൽ എനിക്ക് ആ 10 lakh rupees കിട്ടാനുണ്ട്, അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് എനിക്ക് കിട്ടാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കൂട്ടാം? അസറ്റ് ആയിട്ട് കണക്കൂട്ടാം. ഇസ് കോൾഡ് ആൻ അസറ്റ്. അപ്പൊ എന്താണ് അസറ്റ് എന്നുള്ള കാര്യത്തിന് ക്ലിയർ ആയല്ലോ. ഇനി എന്താണ് ലയബിലിറ്റീസ്? ഒബ്ലിഗേഷൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ ഫേം. ഒബ്ലിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ്, ഒരു റെസ്പോൺസിബിലിറ്റി, അതിനെയാണ് നമ്മൾ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ബാങ്കിൽ നിന്നൊരു ലോൺ മേടിച്ചാൽ അത് തിരികെ
ഞാൻ അടയ്ക്കേണ്ടത് വിത്ത് ഇൻട്രസ്റ്റ് കറക്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടത് എൻ്റെ ഒരു ഒബ്ലിഗേഷൻ ആണ്, എൻ്റെ ഒരു ഡ്യൂട്ടി ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ലയബിലിറ്റി മീൻസ് എമൗണ്ട് ഓഡ് ഓർ പേയബിൾ, പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഓവ് ചെയ്യണം. ഓക്കെ, ഓവ്ഡ് ആയിട്ടുള്ളത് ബൈ ദ ബിസിനസ് ടു അതേഴ്സ്. ആര് വേണമെങ്കിലും ആവാം. അത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ബാങ്ക് ആവാം, ഗവൺമെന്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരികെ കൊടുക്കേണ്ട ഒരു ഒബ്ലിഗേഷൻ ആണ്. അതിനെയൊക്കെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ലയബിലിറ്റീസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇക്വിറ്റി? റെസിജ്വൽ ഓണർഷിപ്പ്. റെസിജ്വൽ എന്ന് വെച്ചാൽ എന്താ? ബാക്കി വരുന്നത് നമുക്ക് നമ്മുടെ ഓൺ ആണ്. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 1 crore 80 lakh ലോൺ ആയിട്ട് മേടിച്ചു. ബാക്കി എന്ന് പറയുന്നതല്ലേ 20 lakh എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ലൈക്ക് എങ്ങനെ നമുക്ക് എടുക്കാം? നമുക്ക് തിരിച്ചു വിട്ടൂടെ? ഇക്വിറ്റി എന്ന് പറയുന്നത് is equal to അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറഞ്ഞൂടെ? അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറഞ്ഞൂടെ? അതായത് ഇക്വിറ്റി 20 lakh ആണ്, 20 lakh ആണ്. അതായത് എങ്ങനെ വന്ന് 1 crore മൈനസ് 80 lakh ചെയ്തപ്പോ നമുക്ക് ബാക്കി റെസിജ്വൽ ഓണർഷിപ്പ് എത്രയാണുള്ളത്? 20 lakh ആണ് ഉള്ളത്. ബാക്കി 80 lakh ലയബിലിറ്റി ആയിട്ട് പോയി. മനസ്സിലായോ? സോ റെസിജ്വൽ ഓണർഷിപ്പ്, ക്ലെയിം ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഫേം ഓഫ് എ ഓൺ ആൻഡ് അസറ്റ്. ഈ അസറ്റിന്റെ റെസിജ്വൽ ഓണർഷിപ്പ് എന്ന് പറയുന്നതാണ് 20 lakh എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഇക്വിറ്റി എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ അസറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ലാൻഡ്, ബിൽഡിങ്, വെഹിക്കിള്, ക്യാഷ്. ഞാൻ ഇവിടെ പറഞ്ഞില്ലേ, നമുക്ക് എമൗണ്ട് ഡ്യൂ ഫ്രം അതേഴ്സ്, അതിനെ നമുക്ക്, അതായത് ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ആൻഡ് യെസ്, അത് നമുക്ക് എന്ത് ചെയ്യാം? അസറ്റ് ആയിട്ട് കണക്കൂട്ടാം. മെഷീനറീസ്, ഫർണിച്ചേഴ്സ്, ട്രേഡ് മാർക്ക്, ഗുഡ്വിൽ, ഇതെല്ലാം നമുക്ക്, ഗുഡ്വിൽ എന്ന് വെച്ചാൽ എന്താണ്? ഗുഡ്വിൽ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഗുഡ് റെപ്യൂട്ടേഷൻ. ഒരു സ്ഥാപനം, ഇപ്പം ഞാൻ പേര് എടുത്ത് ഞാൻ പറയുന്നില്ല, നമുക്ക് ഒരുപാട് വെൽ നോൺ ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ്, ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ട് അല്ലേ? ഇത് നല്ലൊരു ബ്രാൻഡാണ്, ഈ ബ്രാൻഡ് ഇല്ലെങ്കിൽ ഈ കമ്പനിയുടെ സാധനം മേടിക്കുവാണെങ്കിൽ നല്ലതാണ് എന്ന് പറയുമ്പം അത് എന്താണ്? അത് ഒറ്റ രാത്രി കൊണ്ട് അവർ കൊണ്ടുവന്ന ഒരു ഗുഡ് നെയിം ആണോ? അല്ല. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തതിന് ശേഷം അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു നെയിമാണ്, ഗുഡ് നെയിമാണ്, അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ ആണ്. നമ്മൾ ആ ഒരു കസ്റ്റമേഴ്സ് അങ്ങനെ പറയേണ്ട അതിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതും അവരുടെ അസറ്റ് ആയിട്ടാണ് കണക്കൂട്ടുന്നത്. ട്രേഡ് മാർക്ക് ഇതെല്ലാം അസറ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ലയബിലിറ്റി എന്താണെന്നും പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇക്വിറ്റി എന്ന കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഒരു വീട് മേടിച്ചു. ഓക്കെ, ഞാനൊരു വീട് മേടിച്ചു. ഇതിന്റെ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് സേ ഒരു 50 lakh ആണ് എന്ന് വിചാരിക്കുക. എത്രയാണ് കറന്റ് വാല്യൂ? അതായത് ഇപ്പൊ ഞാൻ മേടിച്ച വില 50 lakhനാണ് ഞാൻ മേടിച്ചത്. ഓക്കെ അല്ലേ? അതില് 50 lakhും 50 lakhും ഞാൻ ലോൺ ആയിട്ടാണ്, ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ടാണ് മേടിച്ചത് എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ എന്താ പറഞ്ഞ? ഇക്വിറ്റി എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അസറ്റ് ഇവിടെ എത്രയാണ്? കറന്റ് വാല്യൂ. ഇതാണ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ, വിച്ച് ഇസ് 50 lakh. 50 lakh മൈനസ് ഇവിടെ ലയബിലിറ്റി എത്രയാണ്? ലയബിലിറ്റിയും 50 lakh ആണ്, വിച്ച് ഇസ് അവിടെ ഇക്വിറ്റി, അതായത് റെസിജ്വൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 0 ആണ്. ഒന്നും ഇല്ല. സ്വന്തമായിട്ട് അവർക്ക് സ്വന്തം പൈസ വെച്ച് അവർ മേടിച്ചിട്ടില്ല. ഫുള്ളും ലോൺ ആണ്, കടമാണ്. ഓക്കെ അല്ലേ? ഇനി അതല്ലാതെ ഇനി ഒരു 5 years കഴിഞ്ഞിട്ട്, 5 years later, 5 years കഴിഞ്ഞിട്ട് ഈ വീടിന്റെ വാല്യൂ എന്ന് പറയുന്നത് 50 lakh തന്നെയായിരിക്കും? അല്ല, അവിടെ ഒരു അപ്രിസിയേഷൻ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 10 വർഷത്തിന് മുന്നേ ആയിരിക്കും നിങ്ങളുടെ വീട് നിങ്ങൾ മേടിച്ചത്. 10 വർഷം മുന്നേ ഒരു 10 ലക്ഷത്തിനാണ് മേടിച്ചത് എന്നുണ്ടെങ്കിൽ
ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു വീട് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതേ 10 ലക്ഷത്തിനായിരിക്കും നിങ്ങൾ വിൽക്കുന്നത്? അല്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ കൂടുതൽ വിലയ്ക്കായിരിക്കും 15ഓ 20ഓ 25ഓ ലക്ഷത്തിനൊക്കെ ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ആ വീട് വിൽക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ എന്തുണ്ടായി? ആ വാല്യൂ, അതിന്റെ വാല്യൂ കൂടിയിട്ടുണ്ട്. അതിനൊരു അപ്രിസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഇവിടെ 50 ലാഖിനാണ്, ഇപ്പൊ ഞാൻ 50 ലാഖിനാണ് ഈ ഒരു എന്താണ് വീടും സ്ഥലവും ഒക്കെ മേടിച്ചത് എന്നുണ്ടെങ്കിൽ 5 ഇയേഴ്സ് ലേറ്റർ സേ ഒരു 70 ലാഖ് ആയിട്ട് അത് അപ്രിഷിയേറ്റ് ആയിട്ടുണ്ട് എന്ന് വെക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ ലോണ് നിങ്ങൾ ഒരു 25 ലാഖ്, ഈ പറഞ്ഞ 50 ലാഖിൽ നിന്ന് ഒരു 25 ലാഖ് എന്തായി? 25 ലാഖ് നിങ്ങൾ അടച്ചിട്ടുണ്ട്. ബാക്കി ഇനി 25 ലാഖ് മാത്രം ഇനി അടച്ചാൽ മതി. ഇനി നിങ്ങളുടെ ഇക്വിറ്റി എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇവിടെയും ഇക്വിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി എന്നാണ് പറയും. അപ്പൊ 70 ലാഖ് മൈനസ് 25 ലാഖ്. ഇപ്പൊ നിങ്ങളുടെ റെസിജ്വൽ ഓണർഷിപ്പ് എത്രയാണ്? റെസിജ്വൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 45 ലാഖ് ആണ്. ആൻഡ് ദിസ് ഈസ് യുവർ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം സിമ്പിൾ ആയിട്ട്, വേറെ കോംപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി ആൻഡ് എന്താണ് ഇക്വിറ്റി, ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ, മനസ്സിലായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനിയും അങ്ങോട്ട് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ അതൊന്നും മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട്, ക്ലാസ് മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.